പാലക്കാട് ആലത്തൂരിൽ നേന്ത്രവാഴ കൃഷി ചെയ്ത കർഷകന് ലഭിച്ചത് പൊന്തൻ കുലകൾ. മുതലമട വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും നേന്ത്രവാഴക്കുല ടിഷ്യൂ തൈകൾ വാങ്ങിയ കർഷകനാണ് പൊന്തൻ കുലകൾ വിളവായി ലഭിച്ചത്. ഇതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ച കർഷകൻ തന്നെ ചതിച്ച വിത്തുൽപാദന കേന്ദ്രത്തിനെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. 2014 ഒക്ടോബർ 13 ആലത്തൂർ എരിമയൂർ സ്വദേശി ബാബു മുതലമട കാർഷിക വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും 6750 രൂപ നൽകി നേന്ത്രവാഴയുടെ 450 ടിഷ്യൂ തൈകൾ വാങ്ങിയത്. ഏറെ പ്രതീക്ഷയോടെ വെള്ളം നനച്ചും വളമിട്ടും വാഴ വളർത്തിയ ബാബുവിനെ തളർത്തുന്നതായിരുന്നു പിന്നീടുള്ള അനുഭവം. നേന്ത്രവാഴയെന്ന് കരുതി ഈ യുവകർഷകൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചു വളർത്തിയ വാഴകളിൽ പൊന്തൻകായ കുലച്ചുവരുന്നു. നേന്ത്രവാഴയ്ക്ക് പകരം വിത്തുൽപാദന കേന്ദ്രം പൊന്തൻ വാഴയുടെ ടിഷ്യൂ തൈകളാണ് നൽകിയിരുന്നതെന്ന് പിന്നീട് വ്യക്തമായി. ആദ്യമായി ടിഷ്യൂ തൈകൾ വാങ്ങി കൃഷി ചെയ്ത ബാബുവിന് ഇത് തുടക്കത്തിലെ തിരിച്ചറിയാനും സാധിച്ചില്ല. ഓണത്തിന് കൊല വെട്ടേണ്ടതായി, പക്ഷേ ഈ പൊന്തനായതുകൊണ്ട് നമ്മൾക്കത് വെട്ടാനും പറ്റില്ല. അതിന് മാർക്കറ്റില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ചെയ്തതും ഇനി ഇത് അടുത്ത വർഷത്തേക്ക് ചെയ്യാൻ പോകുന്ന മുഴുവൻ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിക്കായി ഇതുവരെ 1.25 ലക്ഷം രൂപ ബാബുവിന് ചെലവ് വന്നിട്ടുണ്ട്. നേന്ത്രവാഴയായിരുന്നെങ്കിൽ 4 ലക്ഷം രൂപയോളം വരുമാനം കിട്ടുമായിരുന്ന ബാബുവിന് ഈ പൊന്തൻ കുലകൾ വിറ്റാൽ പരമാവധി കിട്ടുക 40,000 രൂപ. അതായത് ചെലവ് കാശ് പോലും കിട്ടില്ലെന്ന് ചുരുക്കം. ഇനി ഇത് പറിച്ചുമാറ്റി കൃഷി ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ വേറെ മുടക്കണം. തന്നെ കബളിപ്പിച്ച വിത്തുൽപാദന കേന്ദ്രത്തോട് പരാതി പറഞ്ഞെങ്കിലും അവർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതോടെ നഷ്ടപരിഹാരം തേടി ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനൊരുങ്ങിയാണ് ഈ യുവകർഷകൻ. റിപ്പോർട്ടർ, പാലക്കാട്.